അന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്? മനുഷ്യരില് മനുഷ്യരിലേ ആ കുറെ ആൾക്കാരെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നല്ല ഹൃദയശുദ്ധിയുള്ള ആൾക്കാരും നല്ല പെരുമാറ്റമുള്ളവരും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തതായ ആൾക്കാർക്ക് ജീവിതത്തിൽ കുറെ കഷ്ടങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കണം. അവരെങ്ങനെ രക്ഷപ്പെട്ടാലും പ്രാർത്ഥിച്ചാലും വഴിപാട് കഴിച്ചു വെച്ചാലും അല്ലെങ്കിൽ വ്രതങ്ങൾ നോറ്റാച്ചാലും അവര് രക്ഷപ്പെടുന്നില്ല. അതേസമയം കുറെ പേരുണ്ട് ഇങ്ങനെ ഒരു ഹൃദയശുദ്ധിയും ഇല്ല, തട്ടിപ്പും വെട്ടിപ്പും അതല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുള്ള ആൾക്കാര് ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്നു. പക്ഷെ അവരുടെ കാഴ്ചകൾക്ക് ഭയങ്കര ഹൈ സെറ്റപ്പിൽ പോയിച്ചാലും ഒരു ഇടക്കാലം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളൊക്കെ പ്രതീക്ഷിക്കണേക്കാളും കഷ്ടം ദുരിതമൊക്കെ വരുന്നുണ്ടാവും. ആ സമയം ഹൃദയശുദ്ധിയുള്ള ആൾക്കാർക്ക് വലിയ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലും അവര് സമാധാന അന്തരീക്ഷത്തിൽ പോകണ്ടാവുന്നു. കാണികൾക്ക് ഹായ് എന്നില്ലെങ്കിലും വ്യക്തി ജീവിതത്തിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവുന്ന. ഇതെന്തുകൊണ്ടാണ് ഈ രണ്ടും ഒരു മാറ്റം? ഒരു കൂട്ടർക്ക് എന്താണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പൊ നമ്മള് ഒരു ചോദ്യം ഞാൻ പറയട്ടെ, ഒരു എക്സാമ്പിൾ. നമ്മളൊരു രണ്ട് വ്യക്തികള് ജനിച്ചു വരുന്നു. ഈ ജനിച്ചു വരുന്ന ഒരു വ്യക്തി കുടുംബപരമായിട്ട്, പാരമ്പര്യമായിട്ട്, സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും പൊസിഷനും കാര്യങ്ങളും ഒരു വ്യക്തി. കാരണം അവരുടെ മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് കണ്ടമാനം ഗുണങ്ങളുടെ പ്ലസ് ആയിട്ട് ജനിച്ചു വരുന്ന വ്യക്തികളുണ്ട്. ഇതേപോലെ തന്നെ ചില വ്യക്തികൾ ജനിച്ചു വരുമ്പോൾ തന്നെ മാതാപിതാക്കൾ വഴി പാരമ്പര്യം വഴി വളരെ മൈനസ് ആയിട്ട് വരുന്ന വ്യക്തികളുണ്ട്. നമ്മളൊരാള് സമ്പത്ത് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്കൊരു മകനുണ്ടെങ്കിൽ പിതാവിന്റെ സമ്പത്തിന്റെ ഗുണം മുഴുവനും മകന് കിട്ടുമല്ലോ, മക്കൾക്ക് കിട്ടുമല്ലോ. ഇതേപോലെ ഒരു കുടുംബം കടം മേടിച്ച് 10 ലക്ഷക്കണക്കിന് രൂപ കടം ബാങ്കിൽ നിന്ന് എടുത്ത് ലോൺ എടുത്ത് വീട് പണിത് അങ്ങനെ കടക്കാരനായിട്ട് നിൽക്കുന്ന സമയത്ത് വരുന്ന ഒരു കുട്ടി. അപ്പൊ ഈ കടക്കാരനായിട്ട് വരുന്ന കുട്ടിക്ക് ആ മൈനസ് മുഴുവനും അവന്റെയും കൂടി ബാധ്യതയായിട്ട് മാറുന്നു. സാമ്പത്തികമായിട്ട് സെറ്റപ്പ് ആയി നിൽക്കുന്ന വ്യക്തിക്ക് ഈ മാതാപിതാക്കൾ ആർജിച്ച ആ സെറ്റപ്പ് മുഴുവനും ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറും. അപ്പൊ ഒരു വ്യക്തിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഘടകമാണ്. കുടുംബപരമായിട്ടുള്ള മഹത്വം, പാരമ്പര്യം, ഇത്തരം വിഷയങ്ങൾ വ്യക്തിയുടെ ജീവിത വിജയത്തിനും സന്തോഷത്തിനെയും ബാധിക്കുന്നുണ്ട്. അതിനുശേഷം ആ വ്യക്തി ചെറുപ്പകാലം മുതൽ, നമ്മളൊരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ഒരു വയസ്സ് 2 വയസ്സ് 3 വയസ്സ് തൊട്ടുള്ളവരൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ അന്നന്നത്തെ അറിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അന്ന് ശരിയാണ്. അങ്ങനെ ചെയ്തു വരുന്ന കർമ്മങ്ങൾ മുഴുവനും അതിന്റെ ശരികളും അതിന്റെ ദോഷങ്ങളും ഗുണങ്ങളും, ഇതിന്റെ എല്ലാ ഗുണങ്ങൾക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്, എല്ലാ ചെയ്യുന്ന ദോഷങ്ങൾക്കും വരുന്നുണ്ട് ബെനിഫിറ്റ്. ഇതിന്റെ ആകെ തുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ അവസ്ഥ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ ശരികളും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ അറിവില്, നമ്മുടെ മനസാക്ഷിക്ക് അറിവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ശരി. അത് മുന്നിലിരിക്കുന്ന മറ്റു വ്യക്തികൾക്കോ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കോ അവർക്കോ അത് ശരിയായി തോന്നുന്നില്ല. ഇപ്പൊ കണ്ടമാനം ആളുകൾ, ചില ആളുകളുണ്ട് കണ്ടമാനം ഭക്ഷണം കഴിച്ച് തിന്ന് ഭയങ്കര സന്തോഷമായിട്ട് കുടിച്ച് ഇങ്ങനെ നടക്കുന്നവരുണ്ട്. അവര് നോക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ശരിയാണ്. ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ശരീരം വെച്ച് തടിച്ച് തീർത്ത് അവർക്ക് ഹാർട്ട് കംപ്ലൈന്റ് വന്നു, പ്രഷർ വന്നു, ഷുഗർ വന്നു, പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവർ അന്ന് ചെയ്തതിന്റെ എഫക്റ്റിന്റെ ബാക്കിയാണ് ഈ വരുന്നത്. ഇതേപോലെ നമ്മൾ ചെറുപ്പം തൊട്ട് നന്നായിട്ട് ശരീരം ശ്രദ്ധിച്ച് എല്ലാ കാര്യത്തിലും മാനസികമായി ശാരീരികമായി ഫിറ്റായി നടക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് വരാം. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങളിനനുസരിച്ച് ഗുണദോഷങ്ങളുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല ഇന്നതുകൊണ്ടാണ്. കാരണം നമുക്ക് ആ കാലഘട്ടത്തിൽ നമുക്ക് അറിവ് നമുക്ക് ഉണ്ടാവുന്നില്ല. നമുക്കൊരു 25 വയസ്സിലോ 30 വയസ്സിലോ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് നമുക്ക് ഉണ്ടാവില്ല. കാരണം ഒരു 15 വയസ്സ് 20 വയസ്സ് 30 വയസ്സ് കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടുള്ള അറിവ് ഉണ്ടാവില്ല. മുന്നിലിരിക്കുന്ന ആയിരിക്കുന്ന യാഥാർത്ഥ്യത്തെ, സാഹചര്യത്തെ മനസ്സിലാക്കി മൂവ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കൊണ്ടും കൊടുത്തും ഇങ്ങനെ പോയി പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ കൺട്രോളില് കാര്യങ്ങളല്ലാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ തിരിഞ്ഞ് നമ്മൾ
നോക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ വളരെ തെറ്റൊന്നും ചെയ്യാത്ത എന്റെ മനസാക്ഷിക്ക് അനുസൃതമായിട്ടാണ് ജീവിച്ചു പോയാലോ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് ആ സമയത്ത് ആലോചിക്കും. പക്ഷെ ആ സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവരുടെ ഉള്ളിൽ തോന്നുന്നത്. കാരണം അവർ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ള അവരുടെ അറിവും അവരുടെ മനസാക്ഷി വെച്ചാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നില് മറ്റുള്ളവരുടെ ചിന്തയില് ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഴുവൻ ശരിയാണ്, പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിക്ക് ശരിയാണ്. ഈ ചെയ്യുന്നതിന്റെ എഫക്റ്റ് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ എന്തായി മാറണമെന്നില്ല, ശരിയാവണമെന്നില്ല. അപ്പൊ ഒരു വ്യക്തി ചെറുപ്പകാലം തൊട്ട് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആ വ്യക്തിയുടെ നന്മകളായാലും ദോഷം ചെറിയ കൊച്ചു തെറ്റുകളാണെങ്കിലും അവരറിയാതെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോ രാമായണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സീതാദേവി, ലക്ഷ്മണൻ, രാമന്റെ ജീവചരിത്രം നോക്കിയാൽ, ഇതേപോലെ തന്നെ നമ്മൾ ബൈബിള്, അബ്രാഹത്തിന്റെ കഥ, യാക്കോബിന്റെ കഥ, ഇസാക്കിന്റെ കഥ, ഇങ്ങനെ ഇവരുടെ ചരിത്രങ്ങൾ നോക്കി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമ്മൾ മഹാഭാരതം, മറ്റേ പാഞ്ചാലിയുടെ, ധർമ്മപുത്രരുടെ, പാണ്ഡവരുടെ ചരിത്രം, ദുര്യോധനന്റെ, കൃഷ്ണന്റെ, ഈ ചരിത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഓരോ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ബാക്കി അവരുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ സംഭവങ്ങൾ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ, ചരിത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ എഴുതി വെച്ചുള്ളതെന്ന് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മള് നല്ല സമയത്ത് നല്ല പ്രായത്തില് നമ്മളെ ചെറു പ്രായത്തില് ഈ സത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ട് ഈ അറിവും കാര്യങ്ങളൊക്കെ നേടി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം, കർമ്മത്തിന്റെ ആ ഒരു ചങ്കല നമ്മുടെ കഴുത്തില് ചുറ്റിക്കെടുക്കുകയാണ്. അതിൽ നമ്മൾ കൊതറി മാറാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ ലൈഫ് എത്തപ്പെടുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ പല ആളുകളും നല്ല നല്ല സ്വഭാവമാണ്, നന്നായിട്ട് പെരുമാറുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകാത്തത്. അതോടൊപ്പം തന്നെ വളരെ മോശമായിട്ട് പെരുമാറി പോകുന്ന ആളുകൾക്ക്, കുടുംബപരമായിട്ട് പാരമ്പര്യ ഗുണം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ആ ദോഷങ്ങൾ കാര്യമായിട്ട് അവർ ഏൽക്കില്ല. നമുക്ക് ഉദാഹരണമായിട്ട് ഒരാളെ എടുത്ത് പറയാൻ പറ്റും. നമ്മുടെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത. അദ്ദേഹം സിനിമാ നടി, സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്ന അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി ആയ സമയത്ത്, ആദ്യത്തെ സമയത്ത് മുഖ്യമന്ത്രി ആയ സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം വാങ്ങിച്ചു, സാരി വാങ്ങിച്ചു, ചെരുപ്പ് വാങ്ങിച്ചു, അതോടൊപ്പം തന്നെ സ്ഥലങ്ങൾ വാങ്ങിച്ചു. കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. പക്ഷെ അതിനുശേഷം 10ഉം 15ഉം വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കൂടുതൽ ജയലളിതയ്ക്ക് കൂടുതൽ അറിവ് വരികയും ആളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ വളരെ മാറ്റം വരികയൊക്കെ ചെയ്തെങ്കിലും അന്ന് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് കേസുകൾ, പ്രശ്നങ്ങൾ, മൂലമാനങ്ങൾ, ശാരീരികമായിട്ടുള്ള വിഷമതകൾ ഇതൊക്കെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ജയലളിതയുടെ സമ്പത്ത്, സ്വത്ത്, അധികാരം, മണിപ്പവർ, മസിൽ പവർ, എന്താ പറയാ, എല്ലാ യോഗം ഭാഗ്യം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത, ശാരീരികമായി ആള് വീക്കായി, ആള് വളരെ വേഗം തന്നെ മരിച്ചുപോയി. ആളെ എല്ലാ സമ്പത്തും എല്ലാം നശിച്ച് നാരായണപ്പേര് എടുത്തുകൊണ്ട് അവസ്ഥ. അപ്പോ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ സമയത്ത് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മളറിയാതെ ഒരു സമയത്ത് ഗുണമായിട്ട് ദോഷമായിട്ട് ഉറപ്പായിട്ട് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല എന്നാണ് ഇത്രയും കാലത്ത് എന്റെ തന്നെ ഒരു 60 വയസ്സ് വരെയുള്ള ജീവിതാനുഭവത്തിൽ നിന്ന്, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകും. എന്റെ ലൈഫില് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ കർമ്മത്തിന്റെ ഗുണം കൊണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കോട്ടങ്ങളുടെ ഉത്തരവാദിത്തം എന്റെ കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മള് ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് കാര്യമുള്ളത്. ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണെങ്കിൽ വന്ന പിടി ചന്തം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും സമയത്ത് വണ്ടി തട്ടിമുട്ടി പൊട്ടി എന്തേലൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും അറിയാൻ പറ്റുന്നില്ല. നിന്നതുകൊണ്ടാണ്. ഇനി എന്താണ് ഈ ഇപ്പൊ പറയാനുള്ളത്? ഞാൻ ഇവിടെ കടയിലാണ്, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ബ്ലോക്ക് വരുന്നത്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പൊ നമുക്ക് എത്ര എന്തൊക്കെ ചെയ്തു വെച്ചാലും പൂജയോ കർമ്മോ അല്ലെങ്കിൽ പള്ളിയിൽ പോലോ നോമ്പോ എന്തെടുത്തു വെച്ചാലും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടിയിട്ടാണെങ്കിലും കർമ്മഫലത്തിന് നമുക്ക് പരിഹാരം ഇല്ല എന്നാണ് ഇപ്പൊ ഈ എനിക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലായത്. പരിഹാരമില്ല. കാരണം നമ്മൾ മഹാഭാരത യുദ്ധത്തിലെ ഈ ഭീഷ്മര് സ്വയം മരിക്കാനുള്ള യോഗമുള്ള മനുഷ്യനാണ്. അയാൾ ആർക്കും കൊല്ലാനായിട്ട് സാധിക്കില്ലായിരുന്നു. അവസാനം ശരശയിൽ വീണ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്വയം മരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മാസങ്ങളോളം ശരശയിൽ കിടന്നിട്ട് ആള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത ആ കർമ്മങ്ങൾ മുഴുവനും മാറുന്ന വരെ
ആ ചർച്ചയിൽ കിടന്നിട്ട് അയാളുടെ പാപങ്ങൾ മുഴുവനും ആ ചെയ്ത എല്ലാ തെറ്റിന്റെയും അനുഭവിച്ച് തീർത്തിട്ടാണ് അദ്ദേഹം ഈ ജീവിതം ഈ ലോകത്ത് നിന്ന് അവസാനിച്ചു പോയത്. മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പൊ അത് കർമ്മഫലത്തിന് മറികടക്കാനായിട്ട് പറ്റും. നമുക്ക് സീതയുടെ അനുഭവം, രാമന്റെ അനുഭവം ഇപ്പൊ നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ മുന്നിലുണ്ടല്ലോ. സീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതിഹാസങ്ങൾ, ചരിത്രങ്ങളാണ്, കഥകളാണെന്ന് പറഞ്ഞാലും അതിൽ നിന്നെല്ലാം മഹർഷിമാര് ഇതിഹാസങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവാനായിട്ട് അറിവിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ അവര് രചിച്ച് വെച്ചത്. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. എന്തൊക്കെ ചെയ്തു വെച്ചാൽ എത്ര പണവും പദവിയും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഫിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അന്നാന്ന് ചെയ്യണ കർമ്മഫലങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ കരുതി കൂട്ടിയിട്ടും ഇങ്ങനെ അറിഞ്ഞും അറിയാണ്ട് ചെയ്യണ എല്ലാ കർമ്മത്തിന്റെ ഫലങ്ങളും ആ വ്യക്തി തന്നെ അനുഭവിച്ച് തീർക്കണം എന്നുള്ളതിന് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പാരമ്പര്യമായിട്ട് കാര്യമായിട്ട് ഒരു സെറ്റപ്പ് ഇല്ലാത്ത, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം ഇല്ലാത്ത നമ്മുടെ മാതാ അമൃതാനന്ദമി ദേവി, അവർക്ക് ശരിക്കും കുടുംബപരമായിട്ടോ പാരമ്പര്യമായിട്ടോ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വളരെ ചെറുപ്പം മുതലേ തന്നെ വളരെ അറിവ് ഒന്നുണ്ട്. ആ അറിവിനനുസരിച്ച് അവർ പെരുമാറി പോയി കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളും ഉള്ള ഒരു വ്യക്തി ഈ ലോകത്തിന്റെ നെറുകയിലാണ്. അപ്പൊ ആ വ്യക്തിയുടെ അറിവാണ് ആള് കർമ്മം ചെയ്യുന്നതിനുള്ള ഇതാക്കി മാറ്റി. അപ്പൊ നമ്മള് വളരെ ചെറുപ്പത്തിലെ തന്നെ അറിവ് നേടുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മള് കൊച്ചു കുട്ടികളാണെങ്കിലും മക്കളാണെങ്കിലും വളരെ ചെറുപ്പത്തിലെ തന്നെ അവരെ അറിവിലേക്ക് എത്തിക്കുക, അറിവ് നേടുക, അറിവിനുള്ള അവസരം കൊടുക്കുക എന്ന് മാത്രം. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് ആ ചെയ്യുന്ന ആൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുള്ളൂ. തിരിച്ചറിവ്, വകതിരിവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ മുന്നിലുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തികളില് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാതാ അമൃതാനന്ദമയി. അവരെ പറ്റി എന്തൊക്കെ ആരോപണങ്ങൾ, കുറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് അവർ ഇത്രമാത്രം ഒരു വളർച്ചയെത്തി ലോകത്തിന്റെ നെറുകയില് അവരെത്തപ്പെട്ടു. മഹാത്മാരായ ആളുകൾ, ഭരണാധികാരികൾ അവരെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വളർന്നെങ്കിൽ അവരുടെ അറിവും അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിന്റെ എഫക്റ്റാണ് ഇന്ന് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി നമ്മളും വളരെ ചെറുപ്പത്തിലെ തന്നെ അറിവുള്ള ഒരാളായി മാറി ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റ് വരാതെ ഇരിക്കാനായിട്ട് പരമാവധി നമ്മളെ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിത സാഹചര്യങ്ങൾ തെറ്റ് വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ ഏർപ്പെടാം. തെറ്റ് വരാതിരിക്കലാണ് ഏറ്റവും പ്രധാന കാര്യം. ജീവിതത്തില് അബദ്ധങ്ങൾ പറ്റാതിരിക്കുക, മിസ്റ്റേക്കുകൾ പറ്റാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 80-കൾ 90-കളിലത്തെ അച്ഛനമ്മമാർക്ക് ഉണ്ടായ മക്കളൊക്കെ ഒരു 50% റൈറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കർമ്മഫലവും ഇല്ല, പാരമ്പര്യവും ഇല്ല, എതിർപ്പൊക്കെ എങ്ങനെ ദിവസം പ്രതി വാങ്ങി കൂട്ടാന്നുള്ള അങ്ങനെയാണ് ഈ ജനറേഷൻ പിള്ളേരുകള്. മുന്നിലിരിക്കുന്ന സാഹചര്യം ഇല്ല. അപ്പൊ അവരുടെ ഇനി അടുത്ത ജനറേഷന്റെ അവസ്ഥ എന്തായിരിക്കും ഈ നിലയ്ക്ക് പോവാണെങ്കിൽ? അത് പെട്ടെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയകളും കാര്യങ്ങൾ കൊണ്ട് ഇത്തരം വിഷയങ്ങൾ, പുതിയ അറിവുകൾ ഇത്തരം പെട്ടെന്ന് വന്ന് അവരിലൊക്കെ ലോകം വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് വളരെയധികം ബെനിഫിറ്റും ഗുണമുള്ള രീതിയിൽ കാര്യങ്ങളായി മാറും എന്ന് നമ്മൾ ശുഭാപ്തിവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ ഇവിടെ കടയില് തിരക്കുണ്ട്, ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറെ ദിവസം നമുക്ക് ഇനി ചർച്ച ചെയ്യാം. അപ്പൊ ഇത്ര നേരം ചോദിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ വല്ല ഡൗട്ട്, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതിരുന്നപ്പോ സംശയം ഉണ്ടായില്ല ഈ പറഞ്ഞതില്? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി നന്ദി കേട്ടാ. നിങ്ങൾക്ക് നല്ല ദൈവഭക്തി, ദൈവചിന്തയുള്ള ആളായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായത് കേട്ടാ. അപ്പോ ദൈവത്തിന് നന്ദി പറയാ. കൂടുതൽ അറിവ് ഉണ്ടാവാനും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ തെറ്റ് വരാതിരിക്കാനും വേണ്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ഏർപ്പെടും. ഓക്കെ, വളരെ നന്ദി കേട്ടാ. വളരെ സന്തോഷം. ശരി.